രാക്ഷസ പ്രണയം 32. വിജയ്ക്ക് വയ്യാതായപ്പോൾ തൊട്ട് മഹേന്ദ്രന്റെയും വിജയുടെയും ബിസിനസ് കൈകാര്യം ചെയ്തത് ധ്യാനാണ്. അതിനുവേണ്ടി തന്നെയായിരുന്നു അവൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയതും. ഒരു 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ വിജയുടെ സാമ്രാജ്യത്തിൽ നിന്നും എന്തെല്ലാം തനിക്ക് നേടാൻ പറ്റുമോ അതെല്ലാം അവൻ നേടിക്കഴിഞ്ഞിരുന്നു. ഇനിയുള്ളത് മഹേന്ദ്രന്റെയും വിജയുടെയും ബിസിനസ് തകർക്കുക എന്നുള്ളതാണ്. എന്നാൽ അപ്പോഴേക്കും വിജയുടെ ഓർമ്മ ഏതാണ്ട് തിരികെ എത്തി. സംസാരിക്കാനുള്ള കഴിവും അവൻ നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തന്റെ ബിസിനസിന്റെ തലച്ചോർ ഇനി വിജയ് തന്നെ മതിയെന്ന് മഹേന്ദ്രൻ തീരുമാനിച്ചു. ബിസിനസ്സിൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി മഹേന്ദ്രൻ വിജയുടെ മുറിയിലെത്തി. അച്ഛൻ വരുന്നത് കണ്ടതും ആതിര അച്ഛന് ചായ എടുക്കാനായി അടുക്കളയിലേക്ക് പോയി. ആതിര പുറത്തേക്കിറങ്ങിയതും വിജയ് മഹേന്ദ്രനോട് കഥ കടയ്ക്കാൻ ആവശ്യപ്പെട്ടു. അവന് തന്നോട് എന്തോ പറയാനുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് അയാൾ പെട്ടെന്ന് തന്നെ കഥ കടച്ച് അവന്റെ അരികിലായിരുന്നു. അച്ഛാ, എനിക്ക് വയ്യാതായപ്പോൾ തൊട്ട് അച്ഛൻ ബിസിനസ്സിൽ ശ്രദ്ധിച്ചില്ലേ? ബന്ധുക്കളെ കണ്ണുമടച്ച് വിശ്വസിച്ചു അല്ലേ? 4 മാസം കൊണ്ട് എന്തുമാത്രം നഷ്ടമാണ് നമുക്കുണ്ടായതെന്ന് അച്ഛൻ നോക്കിയോ? വിജയുടെ ചോദ്യം കേട്ട് മഹേന്ദ്രന് സങ്കടം വന്നു. ശരിയാണ് മോനെ, പക്ഷെ എനിക്ക് നിന്നെക്കാൾ വലുതല്ല മറ്റൊന്നും. പിന്നെ എല്ലാം ഞാൻ ധ്യാനിനെയാണ് ഏൽപ്പിച്ചത്. അവനെ നമുക്കറിയാമല്ലോ. ബിസിനസ് കാര്യത്തിൽ വലിയ സാമർഥ്യമൊന്നും അവനില്ല. ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഒറ്റയ്ക്ക് തലയിലേറ്റേണ്ടി വന്നപ്പോൾ അവന് പിഴച്ചതാണ്. അവനെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ധ്യാനിന്റെ കള്ളത്തരം അത് മഹേന്ദ്രൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അച്ഛാ, ധ്യാനിന് ബിസിനസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ല, മനഃപൂർവ്വം അവൻ നമ്മളെ തകർത്തതാണെന്ന് ഞാൻ പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കുമോ? വിജയ് പറയുന്നത് കേട്ട് മഹേന്ദ്രൻ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. നീ എന്താ മോനെ ഈ പറയുന്നത്? എനിക്ക് നിന്നെപ്പോലെ തന്നെയാണ് അവനും. അവനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? എപ്പോഴെങ്കിലും ആരോടെങ്കിലും അവൻ ദേഷ്യപ്പെടുകയോ വഴക്കിടുകയോ ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ? അവന്റെ അച്ഛന്റെ ബിസിനസ് തകർന്നപ്പോൾ നമ്മളത് ഏറ്റെടുത്ത് ഉയർച്ചയിൽ എത്തിച്ചിട്ടും ഒരിക്കൽ പോലും അവൻ അതിന്റെ അവകാശം പറഞ്ഞു വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. അവൻ എന്തിനാണ് നമ്മുടെ ബിസിനസ് തകർക്കാൻ നോക്കുന്നത്, നമ്മളെ ചതിക്കുന്നത്? വിജയ് പറഞ്ഞത് വിശ്വാസം വരാതെ മഹേന്ദ്രൻ ചോദിച്ചു. ആതിര എന്റെ പെണ്ണ്, എന്റെ ജീവന്റെ പാതി. അവളെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാനാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നത്. എനിക്കുണ്ടായ ഈ അപകടം പോലും അവന്റെ പ്ലാനാണോ എന്നെനിക്ക് സംശയമുണ്ട്, വിജയ് മഹേന്ദ്രനോട് പറഞ്ഞു. വിജയ് പറയുന്നത് കേട്ട് അയാൾ ഞെട്ടിത്തെറിച്ചു. അയാൾക്ക് തലയ്ക്കകത്ത് ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. അയാൾ തന്റെ മകന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. മോനെ, നീ എന്താണ് ഈ പറയുന്നത്? ധ്യാനിന് ആതിരയെ സ്വന്തം കുഞ്ഞിപ്പെങ്ങളെ പോലാണ്. അങ്ങനെയുള്ളവൻ അവളെ നിന്നിലും തട്ടിയെടുക്കാൻ ശ്രമിക്കുമോ? ഇല്ല മോനെ, വിജയ് പറഞ്ഞത് വിശ്വാസം വരാതെ മഹേന്ദ്രൻ പറഞ്ഞുപോയി. ഇല്ല അച്ഛാ, അച്ഛൻ എന്നെ വിശ്വസിക്കണം. ഇക്കാര്യം എനിക്ക് അച്ഛനോട് മാത്രമേ പറയാൻ പറ്റൂ. ഞാനിത് അച്ഛനോട് പറയുന്നത് പോലും എന്റെ പെണ്ണിന്റെ സുരക്ഷയെ ഓർത്താണ്. അവൻ അവളെ എന്തെങ്കിലും ചെയ്യാൻ തുനിഞ്ഞാൽ അത് തടയാൻ ഈ ഒരു അവസ്ഥയിൽ എനിക്കാവില്ല. അതുകൊണ്ട് എന്റെ പെണ്ണിന് ചുറ്റും ഒരു സംരക്ഷണം എപ്പോഴും ഉണ്ടായിരിക്കണം. അവൻ ഒരിക്കലും അവളെ ഉപദ്രവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. വിജയ് വീണ്ടും ഉറപ്പിച്ചു പറയുന്നത് കേട്ട് മഹേന്ദ്രൻ തലയ്ക്ക് കൈയും കൊടുത്ത് അനങ്ങാതെ ഇരുന്നു പോയി. ഞാൻ ബാംഗ്ലൂർ പോയ സമയത്ത് എന്റെ ഫോണിലേക്ക് അവനൊരു വീഡിയോ അയച്ചിരുന്നു. എന്റെ കുഞ്ഞിപ്പെണ്ണിനെ അവൻ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ. അത് കണ്ടിട്ടാണ് ഞാനും റാമും പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചത്. ഇതുവരെ അയാൾക്ക് വിജയ് പറഞ്ഞത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അവന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ കൂടി ചെന്നു എന്ന് വിജയ് പറഞ്ഞപ്പോൾ അതിനുമപ്പുറത്തേക്ക് ഇനി ചിന്തിക്കാൻ ഒന്നുമില്ല എന്ന് അയാൾക്ക് തോന്നി. പെട്ടെന്ന് തന്നെ അയാളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. എന്റെ കുഞ്ഞുങ്ങളോട് ഇത്രയും ദ്രോഹം അവൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ശിക്ഷ അവന് ഞാൻ കൊടുത്തിരിക്കും. അയാൾ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ വിജയ് അയാളെ വിലക്കി. ഞാൻ ഈ കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയുമെന്ന് അവൻ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങളും അവൻ നടത്തിയിട്ടുണ്ടായിരിക്കും. കരുതലോടെ മാത്രമേ അവനെ നേരിടാൻ പറ്റൂ. ഈ ഒരു സാഹചര്യത്തിൽ അവനെതിരെ നീങ്ങാൻ നമുക്ക് കഴിയില്ല. കാരണം അത്രയേറെ തയ്യാറെടുപ്പുകൾ അവൻ നടത്തിക്കഴിഞ്ഞു. ബിസിനസ്സിലെ പ്രധാനപ്പെട്ട പല ഡോക്യുമെന്റ്സിലും അവൻ അച്ഛന്റെ ഒപ്പ് മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവനെ കരുതിയിരിക്കുക എന്നുള്ളതാണ്. അവന്റെ ചതിക്കുഴിയിൽ വീഴാതെ സ്വയം രക്ഷിക്കുക എന്നുള്ളതാണ്. എല്ലാറ്റിനും മുകളിൽ കുഞ്ഞി പെണ്ണിനെ അവന്റെ കൈകൾക്കുള്ളിൽ പെടാതെ കാത്തു രക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലെ മറ്റാർക്കും അറിയില്ല, അവന്റെ അച്ഛനും അമ്മയ്ക്കും പോലും, വിജയ് പറഞ്ഞു നിർത്തി. അത് കേട്ടപ്പോഴാണ് തങ്ങൾ എത്രമാത്രം വലിയൊരു ആപത്തിലാണ് ചെന്ന് പെട്ടത് എന്ന് മഹേന്ദ്രന് തിരിച്ചറിവുണ്ടായത്. ശരി മോനെ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. എങ്കിലും ഞാൻ ഒന്ന് പരിശ്രമിക്കട്ടെ. അവൻ നമ്മളിൽ നിന്ന് തട്ടിയെടുത്തതെല്ലാം തിരിച്ചു പിടിക്കാനായി. പിന്നെ നിന്റെ കുഞ്ഞിപ്പെണ്ണിനെ എന്റെ ആതിരമോളുടെ ദേഹത്ത് ഒരു തരി മണൽ വീഴാതെ ഞാൻ നോക്കിക്കോളാം. അത് നീ പേടിക്കേണ്ട. അപ്പോഴേക്കും കതക് മുട്ടുന്ന ശബ്ദം കേട്ടു. ആതിര ചായയുമായി വന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. കതക് തുറന്ന ഉടൻ മഹേന്ദ്രയെ ആതിരയൊന്ന് നോക്കിക്കൊണ്ട് ചായ കുടിക്കാതെ പെട്ടെന്ന് പുറത്തേക്കിറങ്ങി. അച്ഛാ, ചായ വേണ്ടേ? അവൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു. അത് കേട്ട് അയാൾ പതിയെ തിരികെ അവളുടെ അരികിലെത്തി.
അവളുടെ നെറുകയിൽ ചുംബിച്ചു. ആ കണ്ണുകൾ നിറഞ്ഞു. വേണ്ട മോളെ, ഇപ്പോ വേണ്ട, തിരക്കുണ്ട്. അത്രയും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ വളരെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന മഹിയച്ചനെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി വിജയ് അച്ഛനോട് എല്ലാം പറഞ്ഞു എന്ന്. മഹേന്ദ്രൻ നേരെ പോയത് തന്റെ ഓഫീസിലേക്കാണ്. ഓരോ ഡോക്യുമെന്റ്സും അയാൾ വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചു. വിജയ് പറഞ്ഞത് ശരിയാണെന്നും ധ്യാൻ തങ്ങളെ ചതിക്കുകയായിരുന്നു എന്നും അയാൾക്ക് ബോധ്യമായി. വല്ലാത്ത തളർച്ചയോടുകൂടി അയാൾ തലയ്ക്ക് കൈയും കൊടുത്ത് കസേരയിലേക്ക് ഇരുന്നു പോയി. കുറുക്കന്റെ കണ്ണുകൾ കൊണ്ട് വിജയുടെയും മഹേന്ദ്രന്റെയും ശ്വാസം പോലും നിരീക്ഷിക്കുന്ന ധ്യാനിന് മഹേന്ദ്രൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്നറിയാൻ കഴിഞ്ഞു. പക്ഷെ അവൻ ഒട്ടും തന്നെ ഭയമില്ല. കാരണം സത്യങ്ങൾ അറിയാൻ അവർ ഒരുപാട് വൈകി. കിട്ടിയ സമയം ധ്യാൻ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചു. പതിയെ ധ്യാൻ മഹേന്ദ്രന്റെ ക്യാബിനുള്ളിലേക്ക് കടന്നു ചെന്നു. തലയ്ക്ക് കൈയും കൊടുത്ത് തളർന്ന് കസേരയിലിരിക്കുന്ന മഹേന്ദ്രനെ കണ്ടപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം അയാൾ അറിഞ്ഞു എന്ന് ധ്യാനിന് ബോധ്യമായി. എന്താണ് വല്യച്ഛ, ആകെ തളർന്നു പോയല്ലോ. മകന്റെ ജീവച്ഛവം പോലെയുള്ള കിടപ്പാണോ? അതോ ഇനി ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ തന്റെ ബിസിനസ് സാമ്രാജ്യം തകർന്നു പോയതാണോ ഈ തളർച്ചയ്ക്ക് കാരണം? വല്ലാത്ത കുടിലതയോടെയുള്ള ക്രൂരമായ ധ്യാനിന്റെ ശബ്ദം ആദ്യമായി മഹേന്ദ്രൻ കേട്ടു. അയാൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. പക്ഷേ പെട്ടെന്ന് തന്നെ ആ ദേഷ്യം സങ്കടത്തിലേക്ക് വഴിമാറി. എന്റെ മോനെപ്പോലെ അല്ലേടാ നിന്നെ ഞാൻ കരുതിയത്. ബിസിനസ്സിൽ നീ പരാജയപ്പെടുമ്പോൾ എല്ലാം നിനക്ക് താങ്ങായി തണലായി നിന്റെ ഒപ്പം നിന്നതല്ലേ. നിന്റെ അച്ഛനും ആ ഗണേശനും ചേർന്ന് എല്ലാം തകർത്തിട്ട് പോലും ആ നഷ്ടം നികത്തി നിങ്ങളുടെ ബിസിനസ്സിനെ ഞങ്ങൾക്കൊപ്പം ചേർത്ത് വളർത്തിയതല്ലേ. എല്ലാ ഡോക്യുമെന്റ്സും പരിശോധിച്ച് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ലാഭം, ഷെയറുകൾ എല്ലാം ഇപ്പോഴും നിന്റെയും നിന്റെ അച്ഛന്റെയും പേരിലാണെന്ന്. എന്നിട്ടും എന്നിട്ടും എന്തിനാ മോനെ നീ ഇങ്ങനെയൊക്കെ കാണിച്ചത്? നിനക്ക് വേണമായിരുന്നുവെങ്കിൽ എല്ലാം ഞങ്ങൾ തരുമായിരുന്നല്ലോ. അത്രയും ചോദിച്ചപ്പോഴേക്കും മഹേന്ദ്രൻ തളർന്നുപോയി. എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും ധ്യാനിന്റെ മുഖത്തെ ക്രൂരമായ ഭാവത്തിന് യാതൊരു അയവുമില്ല. അവന്റെ മുഖത്ത് യാതൊരു പശ്ചാത്താപവും ദയയും ഇല്ല എന്ന് കണ്ടതും മഹേന്ദ്രൻ വീണ്ടും തുടർന്നു. നീ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പൂർണ്ണമായും നിങ്ങൾക്ക് തന്നെ തന്നേനെ. അതിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതും തരുമായിരുന്നു. അപ്പോഴേക്കും മഹേന്ദ്രന്റെ നിലവിട്ടു പോയിരുന്നു. അയാൾ ധ്യാനിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കൊളറിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് നീ എന്റെ മോനെ ദ്രോഹിച്ചത്? എന്തിനാടാ നീ അവനെ കൊല്ലാൻ നോക്കിയത്? എന്തിനാടാ ഇങ്ങനെ ജീവച്ഛവം പോലെ അവനെ കിടത്തിയത്? നിനക്ക് എന്തായിരുന്നു വേണ്ടത്? സ്വത്തോ, പണമോ? പറയടാ, പറയടാ. അയാൾ അവന്റെ കൊളറിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് അലറി. ഒരു വന്യമായ ചിരിയോടെ ധ്യാൻ പതിയെ മഹേന്ദ്രന്റെ കൈകളെ തന്റെ കൊളറിൽ നിന്ന് വിടുവിച്ചു. നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഞാൻ ബിസിനസ്സിൽ ഒരു പരാജയമായിരുന്നു എന്ന്. എന്നാൽ അത് അങ്ങനെയല്ല. ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മകൻ എന്നെ പരാജയപ്പെടുത്തുകയായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ ഒന്നുമല്ലാതാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അവൻ നേടിയതെല്ലാം എൻ്റെ പേരിലായത്. പക്ഷെ നിങ്ങൾ ചോദിച്ചല്ലോ എനിക്ക് എന്താണ് വേണ്ടത്, പണമാണോ സ്വത്താണോ എന്നൊക്കെ. അതൊന്നും എനിക്ക് വേണ്ട. പിന്നെ ഈ 4 മാസം കൊണ്ട് നിങ്ങൾ നേടിയത് കുറെയൊക്കെ ഞാൻ എൻ്റെ പേരിലേക്ക് മാറ്റി. വേണമെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് തിരികെ നൽകാം. പകരം എനിക്ക് വേണ്ടത് അവളെയാണ്, ആതിരയെ. അതും എൻ്റെ പെണ്ണായി, എൻ്റെ ഭാര്യയായി. മരണം വരെ നിങ്ങളുടെ മകൻ ഇങ്ങനെ തളർന്നു കിടക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ആ കുഞ്ഞു പെണ്ണിന്റെ ജീവിതം എന്തിനാണ് നശിപ്പിച്ചു കളയുന്നത്? അതുകൊണ്ട് നിങ്ങളായി തന്നെ അവളെ പറഞ്ഞു മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിലേക്ക് തരണം. വല്ലാത്ത ഭാവത്തോടെ മഹേന്ദ്രന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞത് കേട്ട് അയാൾ ഞെട്ടിത്തരിച്ചു. കുറച്ചു സമയത്തേക്ക് അയാൾക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാതെയായി. എന്നാൽ അയാൾ തന്റെ സമനില വീണ്ടെടുത്തു. നീ എന്താടാ പറഞ്ഞത്? എന്റെ മോൻ ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ലെന്നോ? അത് നിന്റെ വെറും വ്യാമോഹമാണ്. എന്റെ മോൻ പെട്ടെന്ന് തന്നെ പഴയതുപോലെയാകും. പിന്നെ എന്റെ ആതിരമോള്, അവളെ നിനക്ക് വേണമല്ലേ നിന്റെ ഭാര്യയായി? അവളുടെ കൺവെട്ടത്ത് പോലും വരാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ നിഴൽ പോലും അവളിൽ പതിയാൻ അനുവദിക്കില്ല. അവൾ എന്നും എൻ്റെ മകന്റെ ഭാര്യയായിരിക്കും. അവർ ഒരുമിച്ച് ജീവിക്കും, സന്തോഷത്തോടെ സമാധാനത്തോടെ, അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പം. ഇല്ലെങ്കിൽ നീ നോക്കിക്കോടാ. അയാൾ നിയന്ത്രണം വിട്ട് അലറിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ധ്യാൻ മഹേന്ദ്രന്റെ കൈകളിൽ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് കസേരയിലിരുത്തി. കസേരയുടെ 2 കൈകളിലുമായി തന്റെ കൈകൾ വെച്ചുകൊണ്ട് മഹേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ ആ നീക്കത്തിൽ മഹേന്ദ്രൻ ഒന്ന് പകച്ചുപോയി. അയാളും അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എന്റെ വല്യച്ഛ, നിങ്ങൾ ഏതാണ്ട് ഒരു നിലയില്ലാ കയത്തിലാണ്. ഒരു വശത്ത് തളർന്നു കിടക്കുന്ന മകൻ, മറുവശത്ത് തകർന്ന ബിസിനസ്, ചുറ്റും ശത്രുക്കൾ. പിന്നെ ചെറുപ്പമൊന്നുമല്ലല്ലോ, പ്രായമൊക്കെ ആയി വരുമല്ലേ. അതുകൊണ്ട് വീരവാദങ്ങൾ ഒരുപാട് അങ്ങ് മുഴക്കണ്ട. പിന്നെ എന്താണ് നിങ്ങൾ പറഞ്ഞത്? എന്നെ ആതിരയുടെ കൺവട്ടത്ത് വരാൻ സമ്മതിക്കില്ല,
എൻ്റെ നിഴൽ പോലും അവളിൽ വീഴാൻ സമ്മതിക്കില്ല. എന്നാൽ നിങ്ങൾ കാത് തുറന്ന് കേട്ടോ, ഇന്ന് ഞാൻ ഉറങ്ങുന്നത് അവൾക്കൊപ്പമായിരിക്കും. ഇന്ന് അവളുടെ ആ സൗന്ദര്യം ഞാൻ അനുഭവിക്കും, അതും നിങ്ങളുടെ മകന്റെ മുറിയിൽ അവന്റെ കൺമുന്നിൽ വെച്ച്. അതെല്ലാം കണ്ട് സ്വന്തം പെണ്ണിനെ തനിക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് അവളുടെ പൊട്ടിക്കരച്ചിൽ കേട്ട് എൻ്റെ കയ്യിൽ കിടന്ന് അവൾ പിടയുന്നത് കണ്ട് അവൻ ഹൃദയം പൊട്ടിമരിക്കും. പിന്നെ അവൾക്ക് ഭർത്താവെന്ന ലേബലിൽ ഒരു അവകാശി ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ തന്നെ അവളെ അങ്ങ് കെട്ടും. തുടരും.